നമസ്കാരം. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനത്തിനായി ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് തൻ്റെ ഭാര്യയുമൊത്താണ്. സാറ നെതന്യാഹു എന്നാണ് അവരുടെ പേര്. എന്നാൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങി നെതന്യാഹു നരേന്ദ്രമോദിയെ ഗാഢാലിംഗനം ചെയ്ത് തൻ്റെ സഹോദരനെ ഈ രാജ്യത്തേക്ക് സ്വാഗതമെന്ന് പറഞ്ഞ് സ്വീകരിച്ച് ആനയിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് നെതന്യാഹു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാറ ധരിച്ചിരുന്ന കാവി നിറത്തിലുള്ള വേഷമായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ധരിച്ചിരിക്കുന്ന വേഷം താങ്കളുടെ ഈ പോക്കറ്റിലിരിക്കുന്ന ഈ ഒരു സ്കർഫുമായി ഏറെ യോജിക്കുന്നതാണ്. അതേ നിറത്തിലുള്ള വേഷമാണ് എൻ്റെ ഭാര്യ ധരിച്ചിരിക്കുന്നത്. പെട്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യം ശ്രദ്ധിച്ചത്. അവർ ധരിച്ചിരുന്നത് കാവി വസ്ത്രമായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, കാവി ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക തനിമയുടെയും നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഏറ്റവും മികച്ച പ്രതീകമാണ് കാവി നിറം. അത്തരത്തിലുള്ള കാവി നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് സാറ നെതന്യാഹു വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ എത്തിയത് എന്നുള്ളത് ഈ ഒരു സന്ദർശനത്തിൻ്റെ വീണ്ടും കൂട്ടുന്ന തരത്തിലായി എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. സാറ നെതന്യാഹു ഇന്ത്യയെ അത്ഭുതകരമായ രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി മോദി അത്ഭുതകരമായ നേതാവാണെന്നും സാറ പറഞ്ഞു. ഏതായാലും ഇത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ വൈറലായി മാറുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ പലപ്പോഴും BJP അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്നവരൊക്കെ തന്നെ കാവിയുടെ പേര് പറഞ്ഞാണ് പലപ്പോഴും അവരെ അധിക്ഷേപിക്കാറുള്ളത്. കാവി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അതിനെ ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യ തന്നെ അതേ വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഒരു വക്താവായ നരേന്ദ്രമോദി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനായി അതേ വേഷത്തിൽ എത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നരേന്ദ്രമോദിയെയും കാവ്യ നിറത്തിയെയും അധിക്ഷേപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കാവ്യ നിറത്തെ ആക്ഷേപിക്കുന്നവർക്കൊക്കെ തന്നെ ഇത് കണ്ടുപഠിക്കേണ്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പോലും കാവ്യ നിറം കണ്ടാൽ ഹാലിളകുന്ന ഒരുപാട് ആളുകളുണ്ട്. കാവ്യയെ എപ്പോഴും ഹൈന്ദവതയുടെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ തീവ്രതയുടെയൊക്കെ പ്രതീകമായിട്ടാണ് പലരും വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ചിരപുരാതന കാലം മുതൽ തന്നെ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ നിന്നല്ല നമ്മുടെ ആത്മീയ പാരമ്പര്യവും ഒക്കെ തന്നെ അന്നത്തെ ആത്മീയ നേതാക്കളൊക്കെ തന്നെ ധരിച്ചിരിക്കുന്ന വേഷം കാവ്യ വേഷം തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഇവർ പലപ്പോഴും ഓർക്കാറില്ല. ഭാവി ഭാരതത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്ന, അതായത് നമുക്ക് സംസ്കാരവും ഗ്രന്ഥങ്ങളും ഒക്കെ തന്ന മഹാരഥന്മാർ ധരിച്ചിരുന്നതും കാവ്യവേഷമായിരുന്നു എന്നുള്ള കാര്യം അവർ ഓർക്കാറില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. ഏതായാലും ഇവിടെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാര്യ തന്നെ കാവ്യ വസ്ത്രം ധരിച്ചെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരിക്കുന്നു എന്നുള്ളത് വളരെയേറെ ശ്ലാഘനീയമായ ഒരു കാര്യമായി തന്നെ മാറുകയാണ്. ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെയും തനിമയൊക്കെ തന്നെ ഇസ്രായേൽ എന്തുമാത്രം ആദരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. നമ്മളെല്ലാ കാലത്തും ഫലസ്തീൻ്റെ കൂടെ തന്നെയായിരുന്നു. നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ തന്നെ എല്ലാ കാലത്തും ഫലസ്തീനെ മാത്രം അംഗീകരിക്കുകയും അതുപോലെ PLOയുടെ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന PLOയുടെ നേതാവായ അരാഫത്തിനെ മാത്രം നമ്മുടെ സ്വന്തക്കാരനെ കണക്കാക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു തങ്ങൾക്ക് ഇസ്ലാമിക ലോകത്ത് നിന്ന് എതിർപ്പുണ്ടാകുമെന്ന് കരുതിയാണോ അന്ന് ഇസ്രായേലിനെ ഇവർ ഒഴിവാക്കിയത് എന്നുള്ള കാര്യവും പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇസ്രായേൽ എന്ന രാജ്യം രൂപീകരിക്കുന്നതിന് ഇന്ത്യ അന്നത്തെ കാലത്ത് എതിരായിരുന്നു. അങ്ങനെ രാജ്യം ഉണ്ടായതിന് ശേഷം സാക്ഷാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും നെഹ്റുവിന് കത്തെഴുതിയിട്ട് തങ്ങളുടെ രാജ്യത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അന്ന് അവർ അംഗീകരിച്ചിരുന്നില്ല. ഏതായാലും ഒരു കാലത്ത് ഇന്ത്യ അംഗീകരിക്കാതിരുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അംഗീകരിക്കുകയും ആ രാജ്യത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കൂടി ഒരു മറുപടിയായിട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ ആയിരിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ആത്മീയ പൈതൃകത്തെ വിളിച്ചോതുന്ന വസ്ത്രധാരണവുമായി അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യ തന്നെ നേരിട്ട് നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനെത്തിയത്.